ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഗാർണിഷി ഓർഡറാണ്. ഇന്ന് നമ്മൾ ഗാർണിഷി ഓർഡറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗാർണിഷി ഓർഡർ നമുക്കറിയാം, ഒരു സിവിൽ കോർട്ട് പുറപ്പെടുവിക്കുന്ന ഓർഡറാണ് ഗാർണിഷി ഓർഡർ എന്ന് പറയുന്നത്. നമ്മൾ സെറ്റ് ഓഫ് പഠിച്ചതുകൊണ്ട് തന്നെ അതിൽ ആ ഒരു ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളിൻ്റെ ഒരു ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഗാർണിഷി ഓർഡറിലും വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ഇന്ന് ഗാർണിഷി ഓർഡർ പഠിക്കാൻ പറ്റും, സെറ്റ് ഓഫ് പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ എന്താണ് ഗാർണിഷി ഓർഡർ എന്ന് നോക്കാം. എപ്പോഴൊക്കെയാണ് ഗാർണിഷി ഓർഡർ ആപ്ലിക്കബിൾ ആവുന്നത്, എപ്പോഴൊക്കെയാണ് ആപ്ലിക്കബിൾ ആവാത്തത് എന്നൊക്കെ നമുക്ക് നോക്കാം. എന്താണ് ഒരു ഗാർണിഷി ഓർഡർ എന്ന്? ഗാർണിഷി ഓർഡറിനെ പറ്റി പറയുന്നത് റൂൾ 46 ഓർഡർ 21 ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡ്, സിവിൽ പ്രൊസീജിയർ കോഡിൻ്റെ ഓർഡർ 46 റൂൾ 21 ഗാർണിഷി ഓർഡറിനെ പറ്റി പറയുന്നത്. അപ്പോൾ എന്താണ് ഗാർണിഷി ഓർഡർ എന്ന് പറയുന്നത്? നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നോക്കാം. ഒരു ഡെറ്റർ ഉണ്ട്, ഓക്കെ, ഒരു ഡെറ്ററും ഒരു ക്രെഡിറ്ററും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരു ഡെറ്ററും ഉണ്ട്, ഒരു ക്രെഡിറ്ററും ഉണ്ട്. അപ്പോൾ ഈ ക്രെഡിറ്റർ എന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് ലോൺ കൊടുത്തിട്ടുണ്ട്, ഡെറ്ററിന് ലോൺ കൊടുത്തിട്ടുണ്ട്, അത് ഡെറ്റർ ഡീഫോൾട്ട് വരുത്തി തിരിച്ചടയ്ക്കുന്നില്ല. അപ്പോൾ ക്രെഡിറ്ററിന് മനസ്സിലാവുകയാണ് ഈ വ്യക്തിക്ക് ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട്, ഒരു ബാങ്കിൽ ഡെറ്ററിന് എന്തുണ്ട്, ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ക്രെഡിറ്റർ എന്ത് ചെയ്യും? ക്രെഡിറ്റർ ഒരു കോടതിയെ സമീപിക്കുന്നു, ക്രെഡിറ്റർ ഒരു സിവിൽ കോർട്ടിനെ സമീപിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ഈ വ്യക്തി എനിക്ക് പൈസ തരാനുണ്ട്, ഈ വ്യക്തിക്ക് ഇന്ന ബാങ്കിൽ ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യം കോടതിയെ അറിയിക്കുകയാണ്. അപ്പോൾ കോടതി എന്ത് ചെയ്യും? ഈ ക്രെഡിറ്ററിന് വേണ്ടി ഈ പർട്ടിക്കുലർ ബാങ്കിലേക്ക് ഈ ഡെറ്ററിനെതിരെ, ഓക്കെ, ഡെറ്ററിൻ്റെ ബാങ്കിലേക്ക് ഡെറ്ററിന് എതിരെ എന്ത് കൊണ്ടുവരും? ഗാർണിഷി ഓർഡർ കൊണ്ടുവരും. ഓക്കെ ആണോ? എന്താണ് പറഞ്ഞത്? ഒരു രണ്ട് ആൾക്കാരുണ്ട്, ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ. ഈ ഡെറ്റർ എന്ന് പറഞ്ഞാൽ ലോൺ ഡീഫോൾട്ട് വരുത്തിയ വ്യക്തിയാണ്. ക്രെഡിറ്റർ എന്ന ആൾക്ക് പൈസ കൊടുക്കാനുള്ള വ്യക്തിയാണ്. ക്രെഡിറ്റർ അപ്പോൾ എന്ത് ചെയ്യും? തൻ്റെ പൈസ കിട്ടാൻ വേണ്ടി ഒരു കോടതിയെ സമീപിക്കുന്നു. കോടതി ബാങ്കിലേക്ക്, ഏത് ബാങ്കിലാണോ ഡെറ്ററിന് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിലേക്ക് ഗാർണിഷി ഓർഡർ പുറപ്പെടുവിപ്പിക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഗാർണിഷി ഓർഡർ വർക്ക് ചെയ്യുന്നത്. ഇനി ഗാർണിഷി ഓർഡർ രണ്ട് സ്റ്റേജ് ആയിട്ടാണ് വരുന്നത്. ആദ്യം വരുന്നത് ഓർഡർ നിസി. ആദ്യത്തേത് ഓർഡർ നിസി. ഓർഡർ നിസി വന്നു കഴിഞ്ഞാൽ ബാങ്ക് എന്താണ് ചെയ്യുന്നത്? ബാങ്ക് ഈ കസ്റ്റമറിൻ്റെ അഥവാ ഡെറ്ററിൻ്റെ അക്കൗണ്ടിൻ്റെ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. സ്റ്റോപ്പ് ദി ഓപ്പറേഷൻ ഓഫ് അക്കൗണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇയാളെ അറിയിക്കും, ഡെറ്ററിനെ അറിയിക്കുകയാണ് നിങ്ങളുടെ അക്കൗണ്ടിന് മേലെ ഒരു ഗാർണിഷി ഓർഡർ ഉണ്ട്, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇനി ഒരു ചെക്കൊക്കെ കൊണ്ടുവന്നാൽ അത് ഡിസോണർ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഡെറ്ററിനെ അറിയിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ടു പ്രിവെൻറ്റ് ഫർദർ ഡിസോണർ ഓഫ് ചെക്ക്. പിന്നെ ഭാവിയിൽ ഒരു ചെക്ക് ഡിസോണർ ആവുന്നതൊക്കെ തടയാൻ, അതിൻ്റെ കോംപ്ലിക്കേഷനും റെപ്യൂട്ടേഷണൽ ലോസും ഒക്കെ തടയാൻ വേണ്ടിയാണ് ബാങ്ക് കസ്റ്റമറിനെ അറിയിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഓർഡർ നിസി വന്നു, അക്കൗണ്ടിൻ്റെ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇനി ചിന്തിക്കുക, ഈ ഡെറ്റർ ബാങ്കിനും എന്തെങ്കിലും കടം കൊടുക്കാനുണ്ടെങ്കിലോ, ഈ ഡെറ്റർ ബാങ്കിനും എന്തെങ്കിലും കടം കൊടുക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ബാങ്ക് തൻ്റെ റൈറ്റ് ടു സെറ്റ് ഓഫ് യൂസ് ചെയ്ത് തനിക്ക് ബാങ്കിന് കിട്ടാനുള്ള എന്തെങ്കിലും ഡെറ്റ് ഉണ്ടെങ്കിൽ അത് ആദ്യം വീട്ടുന്നു. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? റൈറ്റ് ടു സെറ്റ് ഓഫ് യൂസ് ചെയ്യുന്നു. ബാങ്ക് റൈറ്റ് ടു സെറ്റ് ഓഫ് യൂസ് ചെയ്ത് ബാങ്കിന് കിട്ടാനുള്ള എന്തെങ്കിലും കടമുണ്ടെങ്കിൽ അത് ഈടാക്കുന്നു. ഓക്കെ, അപ്പോൾ കോർട്ട് ആദ്യം ഒരു ഓർഡർ നിസി കൊണ്ടുവരും എന്ന് പറഞ്ഞു. ഓർഡർ നിസി കൊണ്ടുവരുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു, കസ്റ്റമറിനെ അഥവാ ഡെറ്ററിനെ ഇങ്ങനെ ഒരു ഓർഡറിനെ പറ്റി അറിയിക്കുന്നു. അതുപോലെ ബാങ്കിന് എന്തെങ്കിലും കിട്ടാനുണ്ട് ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന്, എന്തെങ്കിലും ഒരു ഡെറ്റ് ബാങ്കിന് ഡ്യൂ ആയി കിടക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് റൈറ്റ് ടു സെറ്റ് ഓഫ് യൂസ് ചെയ്ത് തൻ്റെ ഡെറ്റ് ബാങ്ക് ഈടാക്കുന്നു. ഇതിനുശേഷം അക്കൗണ്ടിൻ്റെ, ഈ ഡെറ്ററിൻ്റെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ബാങ്ക് ആർക്ക് കൈമാറുന്നു? കോടതിക്ക് കൈമാറുന്നു. ഇത്രയും അക്കൗണ്ട് ബാലൻസ് ഈ വ്യക്തിയുടെ കയ്യിലുണ്ട്, ഇത് നമുക്ക് എന്ത് ചെയ്യാം? ക്രെഡിറ്ററിൻ്റെ അക്കൗണ്ടിലേക്ക് അറ്റാച്ച് ചെയ്യാം എന്നുള്ള ഒരു റിപ്പോർട്ട് ബാങ്ക് കോടതിക്ക് കൊടുക്കുന്നു. ഈ റിപ്പോർട്ടിന്മേലാണ് കോടതി രണ്ടാമത്തെ ഉത്തരവ് കൊണ്ടുവരുന്നത്. എന്താണ് രണ്ടാമത്തെ ഉത്തരവെന്ന് പറയുന്നത്? ഓർഡർ അബ്സല്യൂട്ട്. ആദ്യത്തെ ഓർഡർ നിസിയാണ്. അതിൽ ബാങ്ക് കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് കോടതി രണ്ടാമതൊരു ഉത്തരവ് കൊണ്ടുവരുന്നു. ആ ഉത്തരവിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓർഡർ അബ്സല്യൂട്ട് എന്ന് പറയുന്നത്. ഓർഡർ അബ്സല്യൂട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഡെറ്ററിൻ്റെ അക്കൗണ്ടിലുള്ള പൈസ അറ്റാച്ച് ചെയ്യപ്പെടുന്നു. എങ്ങോട്ടേക്ക്? ക്രെഡിറ്ററിൻ്റെ അക്കൗണ്ടിലേക്ക്. ക്രെഡിറ്ററിൻ്റെ കടം വീട്ടാനായി ഡെറ്ററിൻ്റെ അക്കൗണ്ടിൻ്റെ പൈസ യൂസ് ചെയ്യുന്നു. അതാണ് ഓർഡർ അബ്സല്യൂട്ട് വന്നു കഴിഞ്ഞാൽ നടക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്,
ഗാർണിഷി ഓർഡർ എന്ന് വെച്ചാൽ ഒരു സിവിൽ കോടതി കൊണ്ടുവരുന്ന ഓർഡറാണ് ഓൺ ദി റിക്വസ്റ്റ് ഓഫ് ജഡ്ജ്മെന്റ് ക്രെഡിറ്റർ എഗെയിൻസ്റ്റ് ദി ജഡ്ജ്മെന്റ് ഡെറ്റർ. ഇനി എങ്ങോട്ടാണ് വരുന്നത്? ജഡ്ജ്മെന്റ് ഡെറ്ററിന്റെ കറസ്പോണ്ടിങ് ബാങ്കിലേക്കാണ് ഗാർണിഷി ഓർഡർ വരുന്നത്. ഗാർണിഷി ഓർഡർ 2 പാർട്ടായിട്ടാണ് വരുന്നത്, ഓർഡർ നിസിയും ഓർഡർ അബ്സല്യൂട്ടും. ഇതാണ് ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ സ്ലൈഡായിട്ട് നോക്കാം. Garnishi order is an order issued by a court on the request of judgment creditor for attachment of funds of the judgment debtor available with his bank. നമ്മൾ പറഞ്ഞു ജഡ്ജ്മെന്റ് ക്രെഡിറ്ററിന്റെ റിക്വസ്റ്റ് പ്രകാരം ഒരു സിവിൽ കോർട്ട് കൊണ്ടുവരുന്ന ഓർഡറിനെയാണ് ഗാർണിഷി ഓർഡർ എന്ന് പറയുന്നത്. അത് ആർക്കെതിരായിട്ടാണ് വരുന്നത്? ജഡ്ജ്മെന്റ് ഡെറ്ററിനെതിരായിട്ടാണ് വരുന്നത്. It directs the banker not to honor the check of a customer or debtor or not to allow withdrawal of cash from his account. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗാർണിഷി ഓർഡർ വന്നു കഴിയുമ്പോൾ ബാങ്കർ അക്കൗണ്ടിൻ്റെ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ എന്തെങ്കിലും ചെക്ക് വന്നാൽ അത് ഓണർ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ എന്തെങ്കിലും ക്യാഷ് വിഡ്രോവലും നടത്താൻ സാധിക്കുന്നില്ല. ഓക്കെ, പാർട്ടീസ് ആരൊക്കെയാണ് ഗാർണിഷി ഓർഡറിൽ? ജഡ്ജ്മെന്റ് ക്രെഡിറ്റർ, ജഡ്ജ്മെന്റ് ഡെറ്റർ, അതുപോലെ ഗാർണിഷി. ജഡ്ജ്മെന്റ് ക്രെഡിറ്റർ, ജഡ്ജ്മെന്റ് ഡെറ്റർ ആൻഡ് ഗാർണിഷി. ആരാണ് ജഡ്ജ്മെന്റ് ക്രെഡിറ്റർ? ജഡ്ജ്മെന്റ് ക്രെഡിറ്ററിന്റെ വേറൊരു പേരാണ് ഗാർണിഷർ ഓഫ് ജഡ്ജ്മെന്റ് ഡെറ്റർ. ഗാർണിഷർ ഓഫ് ജഡ്ജ്മെന്റ് ഡെറ്റർ, ജഡ്ജ്മെന്റ് ഡെറ്ററിന്റെ ഗാർണിഷർ അഥവാ ജഡ്ജ്മെന്റ് ക്രെഡിറ്റർ. ദ പേഴ്സൺ ഓൺ ഹൂസ് റിക്വസ്റ്റ് ദ ഗാർണിഷി ഓർഡർ ഇസ് ഇഷ്യൂഡ്. ആരുടെ റിക്വസ്റ്റിന് പുറത്താണോ കോടതി ഈ ഗാർണിഷി ഓർഡർ കൊണ്ടുവരുന്നത് ആ വ്യക്തിയാണ് ജഡ്ജ്മെന്റ് ക്രെഡിറ്റർ അഥവാ ഗാർണിഷർ ഓഫ് ജഡ്ജ്മെന്റ് ഡെറ്റർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പാർട്ടി ആരാണ്? ജഡ്ജ്മെന്റ് ഡെറ്റർ. The person whose money in the bank account is frozen or against whom the order is obtained. ആർക്കെതിരായാണോ ഗാർണിഷി ഓർഡർ വരുന്നത് ആ വ്യക്തിയാണ് എന്തെന്ന് പറയുന്നത്? ജഡ്ജ്മെന്റ് ഡെറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഗാർണിഷി ഓർഡർ വരുന്ന മുറയ്ക്ക് ആരുടെ അക്കൗണ്ട് ആണോ ഫ്രീസ് ചെയ്യപ്പെടുന്നത് ആ വ്യക്തിയാണ് എന്തെന്ന് പറയുന്നത്? ജഡ്ജ്മെന്റ് ഡെറ്റർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പാർട്ടി ആരാണ്? ഗാർണിഷി. ഗാർണിഷി. ദ ബാങ്കർ ഈസ് കോൾഡ് ദി ഗാർണിഷി. ബാങ്കിനെയാണ് ഗാർണിഷി എന്ന് പറയുന്നത്. ഗാർണിഷിയുടെ വേറൊരു പേരെന്താണ്? ജഡ്ജ്മെന്റ് ഡെറ്റേഴ്സ് ഡെറ്റർ. ജഡ്ജ്മെന്റ് ഡെറ്ററിന്റെ ഡെറ്റർ. ഓക്കെ, ജഡ്ജ്മെന്റ് ഡെറ്ററിന്റെ ഡെറ്റർ. കാരണം എന്താണ് ജഡ്ജ്മെന്റ് ഡെറ്ററിന്റെ ഡെറ്റർ എന്ന് പറയാൻ കാരണം എന്താ? ഈ ജഡ്ജ്മെന്റ് ഡെറ്ററിന് ബാങ്കിലുള്ളത് ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണല്ലേ. അങ്ങനെ ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഈ ബാങ്കുമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഗാർണിഷി ഓർഡർ അക്കൗണ്ടിന് മേൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ജഡ്ജ്മെന്റ് ഡെറ്ററിന് ബാങ്കുമായിട്ട് ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ബാങ്ക് ഈ ഡെപ്പോസിറ്റ് അക്കൗണ്ടിന്റെ ഫീച്ചർ വരുമ്പോൾ ബാങ്ക് അവിടെ ഡെറ്ററായി മാറുന്നു. അതുകൊണ്ട് ജഡ്ജ്മെന്റ് ഡെറ്ററിന്റെ ഡെറ്റർ. ഓക്കെ, ജഡ്ജ്മെന്റ് ഡെറ്റേഴ്സ് ഡെറ്റർ. അതൊരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആയതുകൊണ്ടാണ് അവിടെ ബാങ്ക് ഡെറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഗാർണിഷി ഓർഡർ ഹാസ് 2 പാർട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗാർണിഷി ഓർഡർ 2 പാർട്ടിലായിട്ടാണ് വരുന്നത്. ഒന്നാമത്തത് ഏതാണ്? ഓർഡർ നിസി. രണ്ടാമത്തത് ഓർഡർ അബ്സല്യൂട്ട്. ആദ്യത്തത് ഓർഡർ നിസി, രണ്ടാമത്തത് ഓർഡർ അബ്സല്യൂട്ട്. എന്താണ് ഓർഡർ നിസി? The first direction given by the court direct the banker to stop the payment of the balance in the account of the judgment debtor. അപ്പോൾ ഓർഡർ നിസി വന്നു കഴിഞ്ഞാൽ ബാങ്കർ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റോപ്പ് ദി പേയ്മെന്റ് ഓഫ് ദി ബാലൻസ് ഓഫ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പ് ദി പേയ്മെന്റ് ഓഫ് അക്കൗണ്ട്, അക്കൗണ്ടിന്റെ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഗാർണിഷി ഓർഡർ വന്നു കഴിഞ്ഞിട്ട് ആദ്യം ബാങ്കർ എടുക്കുന്ന സ്റ്റെപ്പ് എന്താണ്? സ്റ്റോപ്പ് ദി ഓപ്പറേഷൻ ഓഫ് ദി അക്കൗണ്ട്. ഓക്കെ, the customer is advised about the order immediately to avoid dishonoring of check. ഓക്കെ, അങ്ങനെ അക്കൗണ്ടിന്റെ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബാങ്ക് എന്ത് ചെയ്യും? കസ്റ്റമറിനെ അറിയിക്കും, നിങ്ങളുടെ അക്കൗണ്ടിൽ ഇങ്ങനെ ഒരു ഓർഡർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെക്ക് കൊണ്ടുവന്നാൽ അത് ഡിസോണർ ആവാനുള്ള സാധ്യതയുണ്ട്, കാരണം നിങ്ങളുടെ അക്കൗണ്ടിന്റെ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കസ്റ്റമറിനെ അറിയിക്കുന്നു. At this stage, the bank recovers its own due first by exercising right to set off and subsequently inform the court about the remaining balance available for attachment. അപ്പം ഇങ്ങനെ ഒരു ഓർഡർ നിസി വന്നു കഴിഞ്ഞാൽ ബാങ്കറിന് എന്തെങ്കിലും ഡെറ്റ് ഈ വ്യക്തിയിൽ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ അത് ആദ്യം ബാങ്ക് ഈടാക്കും. എന്ത് വഴിയാണ് ഈടാക്കുന്നത്? ബൈ എക്സസൈസിങ് ദ റൈറ്റ് ടു സെറ്റ് ഓഫ്. റൈറ്റ് ടു സെറ്റ് ഓഫ് യൂസ് ചെയ്ത് തൻ്റെ എന്തെങ്കിലും ഡെറ്റ് കിട്ടാനുണ്ടെങ്കിൽ അത് ബാങ്ക് ഈടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? കോർട്ടിനെ അറിയിക്കുന്നു. ബാക്കി ഈ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടുള്ളതിന് എന്നുള്ളതിനെ പറ്റി കോർട്ടിനെ ബാങ്ക് അറിയിക്കുന്നു. അപ്പോൾ ഓർഡർ നിസി വന്നു കഴിഞ്ഞാൽ ആദ്യം അക്കൗണ്ടിൻ്റെ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? കസ്റ്റമറിനെ അറിയിക്കുന്നു. അക്കൗണ്ടിൻ്റെ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്തതിനെ പറ്റി കസ്റ്റമറിനെ അറിയിക്കുന്നു. അതുപോലെ
റൈറ്റ് സെറ്റ് ഓഫ് യൂസ് ചെയ്ത് ബാങ്കിന് എന്തെങ്കിലും ഡ്യൂസ് കിട്ടാനുണ്ടെങ്കിൽ അത് ബാങ്ക് ഈടാക്കി എടുക്കുന്നു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? സബ്സിക്വൻ്റ്ലി ഇൻഫോം ദ കോർട്ട് അബൌട്ട് ദി റിമൈനിങ് ബാലൻസ് ഓഫ് ദി അക്കൗണ്ട്. അക്കൗണ്ടിൻ്റെ ബാലൻസിനെ പറ്റിയ ഒരു റിപ്പോർട്ട് കോടതിക്ക് കൊടുക്കുന്നു. ഓക്കെ, ഈ റിപ്പോർട്ടിന് പുറത്താണ് രണ്ടാമത്തെ ഓർഡറായ ഓർഡർ അബ്സല്യൂട്ട് വരുന്നത്. എന്താണ് ഓർഡർ അബ്സല്യൂട്ട്? ദിസ് ഓർഡർ അറ്റാച്ചസ് ദി എമൗണ്ട് ഓഫ് ജഡ്ജ്മെന്റ് ഡെറ്റർ ഡെപ്പോസിറ്റഡ് വിത്ത് ദ ഗാർണിഷി ബാങ്ക്. ഈ ഓർഡർ വന്നു കഴിഞ്ഞാൽ ജഡ്ജ്മെന്റ് ഡെറ്ററിന്റെ അക്കൗണ്ടിലുള്ള പൈസ അറ്റാച്ച് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇറ്റ് ഈസ് ഡിറക്റ്റിംഗ് ദ ബാങ്കർ ടു അറ്റാച്ച് ദ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ദ ജഡ്ജ്മെന്റ് ഡെറ്റർ ടു ദ ജഡ്ജ്മെന്റ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ജഡ്ജ്മെന്റ് ഡെറ്ററിന്റെ അക്കൗണ്ടിലുള്ള ക്രെഡിറ്റ് ബാലൻസ്, അതായത് ഡെപ്പോസിറ്റ് അക്കൗണ്ടിലെ പൈസ എങ്ങോട്ട് അറ്റാച്ച് ചെയ്യുന്നു? ജഡ്ജ്മെന്റ് ക്രെഡിറ്ററിന്റെ അക്കൗണ്ടിലേക്ക് അറ്റാച്ച് ചെയ്യണം എന്ന് ബാങ്കിന് നിർദ്ദേശിക്കുന്ന ഓർഡറാണ് ഏത്? രണ്ടാമത്തെ ഓർഡറായ ഓർഡർ അബ്സല്യൂട്ട്. അപ്പോൾ ഓർഡർ നിസി ഒരു വാർണിംഗ് പോലെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഓർഡർ വന്നിട്ടുണ്ട്, അപ്പോൾ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അക്കൗണ്ട് ബാലൻസ് എത്രയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഓർഡർ നിസി. ഈ ഓർഡർ നിസി കൊടുത്തു കഴിഞ്ഞ് ബാങ്ക് കൊടുക്കുന്ന റിപ്പോർട്ട് പ്രകാരമാണ് ഓർഡർ അബ്സല്യൂട്ട് വരുന്നത്. ഓർഡർ അബ്സല്യൂട്ടിൽ എന്താണ്? ജഡ്ജ്മെന്റ് ഡെറ്ററിന്റെ അക്കൗണ്ടിലുള്ള ക്രെഡിറ്റ് ബാലൻസ് ക്രെഡിറ്ററിന്റെ അക്കൗണ്ടിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുന്നു, അങ്ങനെ കടം വീട്ടുന്നു. അതാണ് ഓർഡർ അബ്സല്യൂട്ടിന്റെ ഉദ്ദേശം. ഓക്കെ, if the amount is not specified in the order will be applicable to the entire amount in the account. അപ്പം എന്താണ് പറയുന്നത്? ഗാർണിഷി ഓർഡറിൽ എന്താണ് എമൗണ്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ല, ഇത്ര എമൗണ്ടിനാണ് ഓർഡർ വന്നിരിക്കുന്നത് എന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഡെറ്ററിൻ്റെ അക്കൗണ്ടിൽ എത്രയാണോ ബാലൻസ് ഉള്ളത് ആ മൊത്തവും ബാലൻസും ഗാർണിഷി ഓർഡർ ആപ്ലിക്കബിൾ ആവുന്നു. ഓക്കെ, but if the amount is specified, the order will apply for that specified amount. But in case garnish orderle amount specify ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന എമൗണ്ടിൽ മാത്രമേ ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. അപ്പം മനസ്സിലാക്കുക, ഓർഡറിൽ എമൗണ്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടോ ആ ബാലൻസിന് ഫുള്ളായിട്ട് ഗാർണിഷി ഓർഡർ ആപ്ലിക്കബിൾ ആവുന്നു. ഇനി സ്പെസിഫൈഡ് ആയിട്ട് ഗാർണിഷി ഓർഡറിൽ തന്നെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ എമൗണ്ടിന് മാത്രമേ ഗാർണിഷി ഓർഡർ ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. ഇഫ് ഗാർണിഷി ഓർഡർ ബാങ്ക്സ് ഒബ്ലിഗേഷൻ ടു പേ ചെക്സ് ഈസ് സസ്പെൻഡഡ് ടെമ്പററി ഇഫ് ദ ബാലൻസ് ഈസ് ലെസ് ദാൻ ദി എമൗണ്ട് ഓഫ് ഓർഡർ. അപ്പോൾ ഇൻ കേസ് നമ്മൾ പറഞ്ഞു ചില കേസുകളിൽ മാത്രമേ എന്താണ് എമൗണ്ട് സ്പെസിഫൈ ചെയ്യുള്ളൂ. അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള കേസിൽ ഈ ഓർഡറിലുള്ള എമൗണ്ടിനേക്കാളും കുറവാണ് അക്കൗണ്ട് ബാലൻസ് എങ്കിൽ സ്വാഭാവികമായിട്ടും അക്കൗണ്ട് ബാലൻസ് മൊത്തം എന്താവും? ഗാർണിഷ് ഓർഡറിന് ആപ്ലിക്കബിൾ ആവും. അപ്പോൾ എന്താ, പിന്നെ എന്തെങ്കിലും ഒരു ചെക്ക് വന്നാൽ അവിടെ ഈ ചെക്ക് ഓണർ ചെയ്യാനുള്ള ബാങ്കറിന്റെ ഒബ്ലിഗേഷൻ ടെമ്പററി സസ്പെൻഡ് ആവുകയാണ്. ബാങ്കറിന് ആ ഒബ്ലിഗേഷൻ മാറുന്നു. നമ്മൾ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് പഠിച്ചപ്പോൾ ഒബ്ലിഗേഷൻ ടു ഓണർ കസ്റ്റമേഴ്സ് ചെക്കിന്റെ ഒരു എക്സംഷൻ ആയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ആ അക്കൗണ്ടിന് മേലൊരു ഗാർണിഷി ഓർഡർ ഉണ്ടായിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഗാർണിഷി ഓർഡർ ഉണ്ടെങ്കിൽ എന്താണ്? ബാങ്കിന്റെ ഈ കസ്റ്റമറിന്റെ അക്കൗണ്ട് ഓണർ ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ ടെമ്പററി സസ്പെൻഡ് ആവുന്നു. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. നമ്മൾ സെറ്റ് ഓഫിൽ പറഞ്ഞതുപോലത്തെ ഒരു ടേബിളാണ്, ഏകദേശം അതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്താണ്? ഒരു അക്കൗണ്ട്, ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആരുടെ പേരിലാണ്? ഒരു സിംഗിൾ വ്യക്തിയുടെ പേരിലാണ്. ഓക്കെ, അപ്പോൾ ജോയിന്റ് നെയിംസിലുള്ള ആ വ്യക്തിയും മറ്റ് 2-3 വ്യക്തികൾ ചേർന്നുള്ള ജോയിന്റ് നെയിംസിൽ അവർക്ക് എല്ലാവർക്കും കൂടെ ബാധകമായിട്ടുള്ള ഒരു ഗാർണിഷി ഓർഡറാണ് വരുന്നതെങ്കിൽ ആ ഗാർണിഷി ഓർഡർ ഈ സിംഗിൾ പേഴ്സന്റെ അക്കൗണ്ടിൽ ആപ്ലിക്കബിൾ ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം എന്താണ് ഗാർണിഷി ഓർഡർ ഇവർക്ക് മേലിൽ വരിക എന്ന് വെച്ചാൽ ഇവർ 3 പേരും ഈക്വലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡെറ്റിന് മേലായിരിക്കും ഗാർണിഷി ഓർഡർ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡെറ്റിന് മേലിൽ നമുക്കറിയാം സെറ്റ് ഓഫിൽ നമ്മൾ പറഞ്ഞു എന്താണ് ജോയിൻ്റ്ലി ഉള്ള ഡെറ്റിൽ ഓരോരുത്തർക്കും ഈക്വൽ ലൈബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ സിംഗിൾ പേഴ്സൻ്റെ അക്കൗണ്ടിലേക്ക് ഗാർണിഷി ഓർഡർ എന്താണ്? ഗാർണിഷി ഓർഡർ അവൈലബിൾ ആണ്. ഓക്കെ, അടുത്തത് എന്തു പറയുന്നു? അക്കൗണ്ട് ഇൻ ജോയിന്റ് നെയിം. അപ്പം ജോയിൻ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ട്, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ജോയിൻ്റ് ആയിട്ടുള്ള പേരിലുള്ള ഗാർണിഷി ഓർഡർ. ഓക്കെ, ജോയിൻ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ട്. ഇപ്പം 3 പേര് ചേർന്ന് ഒരു ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ട്. അവർ 3 പേരും ചേർന്നുള്ള ഒരു ഡെറ്റിന് മേൽ എന്ത് വരുന്നു? ഗാർണിഷി ഓർഡർ വരുന്നു. ആ ഡെറ്റ് കാരണം ഒരു ഗാർണിഷി ഓർഡർ വരുന്നെങ്കിൽ ഈ ജോയിൻ്റ് അക്കൗണ്ടിന് മേൽ ആ ഗാർണിഷി ഓർഡർ ആപ്ലിക്കബിൾ ആവുമോ? എന്തുകൊണ്ടായിക്കൂടാ? അവിടെ ആപ്ലിക്കബിൾ ആണ്. കാരണം എന്താണ്? ഡെപ്പോസിറ്റ് അക്കൗണ്ടും 3 പേരുടെയും പേരിലാണ്, ഈ ലൈബിലിറ്റിയും അവർ 3 പേരുടെയും പേരിലാണ്. അപ്പോൾ ഈ ലൈബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടി ഇവരുടെ അക്കൗണ്ടിന് മേൽ ഗാർണിഷി ഓർഡർ അവൈലബിൾ ആണ്. പിന്നെ എന്താണ് പറയുന്നത്? അക്കൗണ്ട് ഇൻ ജോയിന്റ് നെയിം.
ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട്. അതിൽ ഒരു അക്കൗണ്ട് ഹോൾഡറിന്റെ പേരിൽ മാത്രമാണ് ഗാർണിഷ് ഓർഡർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ജോയിന്റ് അക്കൗണ്ടിലേക്ക് ഈ ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചാൽ ജോയിന്റ് അക്കൗണ്ട് എല്ലാവരുടെയും റൈറ്റ് ആണ്, അല്ലെങ്കിൽ എല്ലാവർക്കും അവകാശമുള്ളതാണ് ഈ ജോയിന്റ് അക്കൗണ്ട്. പക്ഷേ ലയബിലിറ്റി ആരുടെ മാത്രമാണ്? അതിൽ ഒരാളുടെ മാത്രമാണ്. അപ്പോൾ ഈ ഒരാളുടെ ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടി ഈ അക്കൗണ്ടിലേക്ക് ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആവുമോ? ആവില്ല, നോട്ട് അവൈലബിൾ ആണ്. നമ്മൾ സെറ്റ് ഓഫ് പറഞ്ഞതുപോലെ തന്നെയാണ്, എന്താണ്, സെയിം കണ്ടീഷൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു, ഒരു സിംഗിൾ പേഴ്സൻ്റെ അക്കൗണ്ടും ആ സിംഗിൾ പേഴ്സൺ ജോയിൻലി വിത്ത് അതേഴ്സ് ഉള്ള ഒരു ലയബിലിറ്റിയും ആണെങ്കിൽ ഈ വ്യക്തിയുടെ അക്കൗണ്ടിന് മേൽ ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആവും. പിന്നെന്താണ് പറഞ്ഞത്, ജോയിൻ്റ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട്, ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ലയബിലിറ്റിയും ഉണ്ട്. അപ്പോൾ ഈ ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ജോയിൻ്റ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് അക്കൗണ്ടിന് മേൽ ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആണ്. മൂന്നാമതായിട്ട് നമ്മൾ എന്താണ് പറഞ്ഞത്, അക്കൗണ്ട് ജോയിൻ്റ് ആണ്. ഓക്കെ, ജോയിൻ്റ് അക്കൗണ്ട് ആണ്, പക്ഷെ ലയബിലിറ്റി ഒരു അക്കൗണ്ട് ഹോൾഡറിന്റെ മാത്രമാണ്, അതിൽ ഒരാളുടെ മാത്രം പേരിലുള്ള ലയബിലിറ്റിയാണ്. ആ ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടി ഇവരുടെ ജോയിന്റ് അക്കൗണ്ട്സിന് മേൽ ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആവുമോ എന്ന് ചോദിച്ചാൽ നോട്ട് ആപ്ലിക്കബിൾ അല്ലെങ്കിൽ നോട്ട് അവൈലബിൾ ആണ്. ഓക്കെ, പ്രൊപ്രീറ്റർ ആൻഡ് പ്രൊപ്രീറ്റർഷിപ്പ് ഫേം നമ്മൾ സെറ്റ് ഓഫിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഗാർണിഷ് ഓർഡറിന്റെ പർപ്പസിന് വേണ്ടിയും പ്രൊപ്രീറ്ററും പ്രൊപ്രീറ്റർഷിപ്പ് ഫേമും സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പ്രൊപ്രീറ്റർഷിപ്പ് ഫേമിന്റെ പേരിലാണ് ഗാർണിഷ് ഓർഡർ വരുന്നതെങ്കിലും ഈ പ്രൊപ്രീറ്ററിന്റെ അക്കൗണ്ടും ഗാർണിഷ് ഓർഡറിന് ആപ്ലിക്കബിൾ ആവാം. ഓക്കെ, അപ്പോൾ അവിടെ അവൈലബിൾ ആണ്. പിന്നെന്ത് പറയുന്നു, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ കേസാണ് പറയുന്നത്. അതിൽ ഒരു പാർട്ട്ണറിന്റെ പേരിലുള്ള ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട്. ലയബിലിറ്റി ആരുടെയാണ്? പാർട്ട്ണർഷിപ്പ് ഫേമിന്റെയാണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പേരിൽ ഗാർണിഷ് ഓർഡർ വന്നാൽ അത് എവിടെയും ആപ്ലിക്കബിൾ ആണ്. ആ പാർട്ട്ണറിന്റെ ഡെപ്പോസിറ്റ് അക്കൗണ്ടിലും ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആവും. ഓക്കെ, അവൈലബിൾ ആണ്. പിന്നെന്താണ് പറയുന്നത്, അക്കൗണ്ട് ഇൻ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ മൊത്തമായിട്ടുള്ള പേരിൽ ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട്. പക്ഷെ ഗാർണിഷ് ഓർഡർ ആരുടെ പേരിലാണ്? ഒരു പാർട്ട്ണറിന്റെ മാത്രം പേരിലാണ് വരുന്നതെങ്കിൽ ഈ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിലേക്ക് ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആവുമോ? ഇല്ല. കാരണം എന്താണ്, ലയബിലിറ്റി ഒരു സിംഗിൾ പേഴ്സന്റെ ആണ്. ഓക്കെ, പക്ഷേ ഈ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ റൈറ്റ് ഉള്ള ഒരു ഫേമാണ്. അതുകൊണ്ട് എല്ലാവർക്കും അവകാശപ്പെട്ട ഈ ഫേമിന്റെ ഡെപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക് ഒരു പാർട്ട്ണറിന്റെ മാത്രം പേരിലുള്ള ഗാർണിഷ് ഓർഡർ അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്, ട്രസ്റ്റ് അക്കൗണ്ടും ട്രസ്റ്റിയും. ഓക്കെ, നമ്മൾ സെറ്റ് ഓഫിൽ എന്താണ് പറഞ്ഞത്, ട്രസ്റ്റ് അക്കൗണ്ടും ട്രസ്റ്റിയും രണ്ടും രണ്ടാണ്. ഓക്കെ, ട്രസ്റ്റ് അക്കൗണ്ടിന് മേൽ ട്രസ്റ്റിക്ക് യാതൊരു അവകാശവുമില്ല, മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ട്രസ്റ്റി അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ട്രസ്റ്റ് അക്കൗണ്ടിന്റെ മേൽ എന്താണ്, ട്രസ്റ്റ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട്, ട്രസ്റ്റിയുടെ മേലൊരു ഗാർണിഷ് ഓർഡർ വരുന്നു. ഓക്കെ, ട്രസ്റ്റിക്ക് എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ട്, ട്രസ്റ്റിയുടെ മേൽ ഗാർണിഷ് ഓർഡർ വന്നാൽ അത് ഈ ട്രസ്റ്റ് അക്കൗണ്ടിൽ ആപ്ലിക്കബിൾ ആവുമോ എന്ന് ചോദിച്ചാൽ എന്താണ്, ഉറപ്പായിട്ടും ആപ്ലിക്കബിൾ ആവില്ല, നോട്ട് അവൈലബിൾ ആണ്. ഇനി നേരെ റിവേഴ്സ് ചോദിക്കുകയാണ്, ട്രസ്റ്റിയുടെ പേരിൽ ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട്, അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് ട്രസ്റ്റി ആൻഡ് ഗാർണിഷ് ഓർഡർ ഇൻ ദ നെയിം ഓഫ് ട്രസ്റ്റ് അക്കൗണ്ട്. ട്രസ്റ്റ് അക്കൗണ്ടിന്റെ പേരിലാണ് ഗാർണിഷ് ഓർഡർ വരുന്നതെങ്കിൽ അത് ട്രസ്റ്റിയുടെ അക്കൗണ്ടിലേക്ക് ആപ്ലിക്കബിൾ ആവോ? നമ്മൾ സെറ്റ് ഓഫിൽ എന്താണ് പറഞ്ഞത്, ട്രസ്റ്റ് അക്കൗണ്ടിന്റെ കേസിലാണെങ്കിൽ രണ്ട് രീതിയിൽ ചോദിച്ചാലും അവൈലബിൾ അല്ല. അതുപോലെ തന്നെയാണ് ഗാർണിഷ് ഓർഡറിലും രണ്ട് രീതിയിൽ ചോദിച്ചാലും അവൈലബിൾ അല്ല. ഓക്കെ, ഇനി എന്താണ്, സിംഗിൾ നെയിം ഓർ സിംഗിൾ പേഴ്സൺ. ഒരു വ്യക്തിയുടെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, അതേ വ്യക്തിയുടെ പേരിലാണ് ഗാർണിഷ് ഓർഡർ വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഡെപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക് ഗാർണിഷ് ഓർഡർ എന്താണ്, അവൈലബിൾ ആണ് അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആണ്. ഇനി നോക്കാം, ഒരു സിംഗിൾ പേഴ്സൺ. ഓക്കെ, സിംഗിൾ പേഴ്സൺ ആണ്, പക്ഷെ ഗാർണിഷ് ഓർഡർ എന്താണ്, വേറെ ഒരു കപ്പാസിറ്റിയിലുള്ള അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡെപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക് ഇത് ആപ്ലിക്കബിൾ ആവുമോ? ഇല്ല. കാരണം എന്താണ്, ഗാർണിഷ് ഓർഡറിന്റെ പർപ്പസിനാണെങ്കിൽ പോലും രണ്ട് അക്കൗണ്ടും ഷുഡ് ബി ഇൻ ദ സെയിം കപ്പാസിറ്റി. രണ്ട് അക്കൗണ്ടും എങ്ങനെയായിരിക്കണം, ഷുഡ് ബി ഇൻ ദ സെയിം കപ്പാസിറ്റി. അപ്പോൾ എന്താണ്, ഗാർണിഷ് ഓർഡർ വരുന്നത് ട്രസ്റ്റ് അക്കൗണ്ടിലും പേഴ്സന്റെ അക്കൗണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ടും ആണെങ്കിൽ അവിടെ എന്ത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല, ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആയിരിക്കില്ല. ഓക്കെ, അപ്പം എന്താണ്, ഒരേ ആളുടെ പേരിലുള്ള ഡെപ്പോസിറ്റ് അക്കൗണ്ടും ഗാർണിഷ് ഓർഡറും അതേ വ്യക്തിയുടെ പേരിലാണെങ്കിൽ ആപ്ലിക്കബിൾ ആണ്. പക്ഷെ രണ്ടുപേരുടെയും പേര് സെയിം ആണ്, പക്ഷെ അക്കൗണ്ട് ഇൻ ഡിഫറെൻറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ എന്തല്ല, ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ അല്ല. അതുപോലെ സോൾ പ്രൊപ്രീറ്ററിന്റെ കേസ് ആണെങ്കിൽ ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആണ്. പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ കേസിൽ എങ്ങനെയാണ്, പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പേരിലാണ് ഗാർണിഷ് ഓർഡർ എങ്കിൽ
പാർട്ട്ണറിന്റെ അക്കൗണ്ടിൽ ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആണ്. പക്ഷെ നേരെ തിരിച്ച് ഒരു പാർട്ട്ണറുടെ മാത്രം പേരിൽ വരുന്ന ഗാർണിഷ് ഓർഡർ ഒരിക്കലും പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് അറ്റാച്ചബിൾ ആവില്ല. ഓക്കെ, പിന്നെന്ത് പറഞ്ഞു? ഒരു സിംഗിൾ പേഴ്സന്റെ പേരിലുള്ള ഒരു ഗാർണിഷ് ഓർഡർ ഒരിക്കലും ജോയിന്റ് അക്കൗണ്ടിലേക്ക് ആപ്ലിക്കബിൾ ആവില്ല. ജോയിന്റ് നെയിമിലുള്ള ഗാർണിഷ് ഓർഡർ ജോയിന്റ് അക്കൗണ്ടിലേക്ക് ആപ്ലിക്കബിൾ ആവും. അതുപോലെ ജോയിന്റ് നെയിമിലുള്ള ഗാർണിഷ് ഓർഡർ ആ ജോയിന്റ് അക്കൗണ്ടിലുള്ള അല്ലെങ്കിൽ ജോയിന്റ് ലയബിലിറ്റിയിലുള്ള ഒരു വ്യക്തിയുടെ പേരിലുള്ള ഡെപ്പോസിറ്റ് അക്കൗണ്ടിലേക്കും ആപ്ലിക്കബിൾ ആവുമെന്ന് പറഞ്ഞു. ഓക്കെ, സെറ്റ് ഓഫിന് സിമിലർ അല്ലേ? അപ്പോൾ ഈ ടേബിൾ ഓർത്ത് വെക്കണം. അതുപോലെ എന്താണ് പറയുന്നത്? കേസസ് ഇൻ വിച്ച് ഗാർണിഷ് ഓർഡർ ഇസ് ആപ്ലിക്കബിൾ. ഏതൊക്കെ മറ്റ് സാഹചര്യങ്ങളിലാണ് ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആവുന്നത് എന്നാണ് പറയുന്നത്. നോക്കാം. മണി ലൈങ് ഇൻ ദി അക്കൗണ്ട് വെൻ ദ ഗാർണിഷ് ഓർഡർ ഇസ് റിസീവ്ഡ്. അപ്പം ഓർഡർ വരുമ്പോൾ, ഓർഡർ റിസീവ് ചെയ്യുന്ന മൊമെന്റിൽ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടോ ആ ബാലൻസിന് മേൽ ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആണ്. ഓർഡർ ഡസ് നോട്ട് അപ്ലൈ ടു സബ്സിക്വന്റ് ഡെപ്പോസിറ്റ്. അപ്പോൾ ഓർഡർ വന്നു കഴിഞ്ഞിട്ട് അക്കൗണ്ടിൽ എന്തെങ്കിലും ഡെപ്പോസിറ്റ് വരികയാണെങ്കിൽ ആ ഡെപ്പോസിറ്റിന് മേൽ എന്ത് ആപ്ലിക്കബിൾ അല്ല? ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ അല്ല. അതായത് ഗാർണിഷ് ഓർഡർ വരുന്ന സമയത്ത് അക്കൗണ്ടിലെ ബാലൻസ് 5000 രൂപയായിരുന്നു. ഓക്കെ, ഗാർണിഷ് ഓർഡർ വന്ന് പിറ്റേ ദിവസം പിന്നെയും ഒരു 2000 രൂപ അക്കൗണ്ടിലേക്ക് വന്നെങ്കിൽ ഏത് എമൗണ്ടിന് മേൽ മാത്രമേ ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആവുള്ളൂ? ഈ 5000 മേൽ മാത്രമേ ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആവുള്ളൂ. സബ്സിക്വന്റ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള 2000 ഗാർണിഷ് ഓർഡറിൽ ആപ്ലിക്കബിൾ അല്ല. ഓക്കെ ആണോ? അതുപോലെ for the purpose of garnishing order, all the branches of a bank are treated as a single entity. നമ്മൾ സെറ്റ് ഓഫിലും സെയിം പോയിന്റ് പറഞ്ഞില്ലേ? എന്താണ് ഫോർ ദ പേർപ്പസ് ഓഫ് സെറ്റ് ഓഫ്? ഒരു ബ്രാഞ്ചിന്റെ എല്ലാ ബാങ്കും ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഗാർണിഷ് ഓർഡറിലും എല്ലാ ബ്രാഞ്ചുകളും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കേസസ് ഇൻ വിച്ച് ഗാർണിഷ് ഓർഡർ ഈസ് ആപ്ലിക്കബിൾ. അതുപോലെ വേറെ എന്തൊക്കെയാണ്? ദ ഗാർണിഷ് ഓർഡർ ഈസ് ആപ്ലിക്കബിൾ വേർ ദി ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ് ഓഫ് ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ. ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കണം? ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആയിരിക്കണം. അതായത് കസ്റ്റമർ ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ത് അക്കൗണ്ട് ആയിരിക്കണം? ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആയിരിക്കണം. എന്നാൽ മാത്രമേ ആ ഡെപ്പോസിറ്റ് അക്കൗണ്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ക്രെഡിറ്ററിന്റെ ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ എപ്പോഴും ബാങ്കറും ഈ കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കണം? ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആയിരിക്കണം. ഗാർണിഷ് ഓർഡർ അപ്ലൈസ് ടു എക്സിസ്റ്റിംഗ് SB, കറണ്ട് അക്കൗണ്ട്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, FD അക്കൗണ്ട് എക്സെട്ര. ഈ അക്കൗണ്ടിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് എന്താണ്? ഇതെല്ലാം ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് ആണ് അഥവാ ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളാണ്. നമ്മൾ പറഞ്ഞു ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണെങ്കിൽ മാത്രമേ ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആവുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് ആണ്. അതുകൊണ്ട് ഈ ഡെപ്പോസിറ്റ് അക്കൗണ്ട്സിലെല്ലാം ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, in case of garnish order, if fixed deposit receipt is kept as collateral security for a loan, okay, order is not applicable. Collateral security for a loan എന്ന് വെച്ചാൽ അഡീഷണൽ സെക്യൂരിറ്റി ആയിട്ടാണ് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് വെച്ചിരിക്കുന്നതെങ്കിൽ ആ ഫിക്സഡ് ഡെപ്പോസിറ്റിന് മേൽ ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ അല്ല. ഇനി if FDR is kept as security for a loan or overdraft, the order is applicable on the surplus amount of margin. കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് അല്ലാതെ തന്നെ ഒരു ലോണിന് സെക്യൂരിറ്റി ആയിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്രയാണോ മാർജിൻ, ആ മാർജിൻ കഴിഞ്ഞ് സർപ്ലസ് ആയിട്ട് നിൽക്കുന്ന എമൗണ്ടിന് മേൽ ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആവുന്നു. ഓക്കെ, ഇപ്പം എന്താണ്? 1,00,000 രൂപയുടെ ഒരു FD ആണ്. ഓക്കെ, നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിരിക്കുന്നത് 1,00,000 രൂപയുടെ FD ആണ്. നമ്മുടെ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. 1,00,000 രൂപ വില മതിക്കുന്ന ഒരു FD ആണ് നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിരിക്കുന്നത്. നമ്മുടെ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. അപ്പോൾ ഈ ലോണിന് ആവശ്യമായ മാർജിൻ കഴിഞ്ഞ് ബാക്കി വരുന്ന എമൗണ്ടിന് മേൽ എന്താണ്? ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് കൊളാട്രൽ സെക്യൂരിറ്റി അഥവാ അഡീഷണൽ സെക്യൂരിറ്റി ആയിട്ടാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിന്മേൽ എന്ത് ആപ്ലിക്കബിൾ അല്ല? ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ അല്ല. പക്ഷേ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ഒരു ലോണിനോ ഓവർ ഡ്രാഫ്റ്റിനോ സെക്യൂരിറ്റി ആയിട്ട് വച്ചിരിക്കുകയാണെങ്കിൽ മാർജിൻ എന്താണോ ആ മാർജിൻ കഴിഞ്ഞ് സർപ്ലസ് ആയിട്ട് എമൗണ്ട് അവൈലബിൾ ആണെങ്കിൽ ആ എമൗണ്ടിന് മേൽ ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആണ്. അതുപോലെ ഗാർണിഷ് ഓർഡർ ഈസ് നോട്ട് ആപ്ലിക്കബിൾ. ഇനി ഏതൊക്കെ കേസിലാണ് ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആവാത്തത്? അപ്പം നമ്മൾ ഇത്രയും നേരം ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കേസുകളാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ഉള്ള അക്കൗണ്ട് ആയിരിക്കണം. അതുപോലെ എന്താണ്? ഡെപ്പോസിറ്റ് അക്കൗണ്ട്, എക്സാമ്പിൾ SB, FD, RD, ഇതിനെല്ലാം ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആണ്. പിന്നെ എന്താണ് പറഞ്ഞത്?
സെയിം കപ്പാസിറ്റിയിലുള്ള 2 അക്കൗണ്ട്സ് ആയിരിക്കണം, സെയിം പേഴ്സന്റെ പേരിലുള്ള അക്കൗണ്ട് ആയിരിക്കണം. ഗാർണിഷ് ഓർഡർ റിസീവ് ചെയ്യുന്ന പോയിന്റിൽ അക്കൗണ്ടിൽ എത്രയാണോ ബാലൻസ് അതിന്മേൽ മാത്രമേ ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആവുള്ളൂ. അത് കഴിഞ്ഞ് വരുന്ന സബ്സിക്വന്റ് ഡെപ്പോസിറ്റ്സിൽ ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എപ്പോഴൊക്കെയാണ് ആപ്ലിക്കബിൾ അല്ലാത്തത്. ക്യാഷ് ക്രെഡിറ്റ് ഓർ ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട്. ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ടിന്റെയും ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിന്റെയും ഫീച്ചർ എന്താണ്? ഈ അക്കൗണ്ടിനെല്ലാം ഡെബിറ്റ് ബാലൻസ് ആണ്, അഥവാ ലോൺ അക്കൗണ്ടിന്റെ ഫീച്ചറാണ്. അതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ടിലൊന്നും ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആവുന്നില്ല. ചെക്ക് മാർക്ക്ഡ് ഗുഡ് ഫോർ പേയ്മെന്റ്. ബാങ്കർ ഒരു ചെക്ക് ഗുഡ് ഫോർ പേയ്മെന്റ് ആയിട്ട് മാർക്ക് ചെയ്തു. അങ്ങനെ ബാങ്ക് മാർക്ക് ചെയ്ത ചെക്കാണെങ്കിൽ അതിന്മേൽ ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആവുന്നില്ല. ഇനി ഇൻസോൾവൻസിന്റെ അക്കൗണ്ടിന് മേൽ ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആവില്ല. അതുപോലെ ട്രസ്റ്റ് അക്കൗണ്ട്സിന് മേൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു വ്യക്തിയുടെ മാത്രം പേരിലുള്ള ഒരു ലൈബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും ഒരു ട്രസ്റ്റ് അക്കൗണ്ടിലേക്ക് ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആവുന്നില്ല. പിന്നെന്താണ് പറഞ്ഞത്? ഡിഫറെന്റ് നെയിം ഇൻ ഓർഡർ ആൻഡ് ബാങ്ക് അക്കൗണ്ട്. ഗാർണിഷ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന കസ്റ്റമറിന്റെ പേരും ബാങ്ക് റെക്കോർഡ്സിലുള്ള കസ്റ്റമറിന്റെ പേരും തമ്മിൽ വ്യത്യാസമുണ്ട്, രണ്ടും സെയിം ആളല്ല, എന്നാൽ എന്താണ് ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആവില്ല. പേയ്മെന്റ് ഓൾറെഡി മെയ്ഡ് ബിഫോർ ദി ഓർഡർ വാസ് സെർവ്ഡ്. അപ്പോൾ ഓർഡർ കയ്യിൽ കിട്ടുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഓർഡർ റിസീവ് ചെയ്യുന്നതിന് മുന്നേ അക്കൗണ്ടിൽ നിന്ന് പേയ്മെന്റ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പേയ്മെന്റിന് മേൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ പേയ്മെന്റ് ചെയ്ത എമൗണ്ട് ഗാർണിഷ് ഓർഡറിൽ എന്തല്ല ആപ്ലിക്കബിൾ ആവുന്നില്ല. ഫണ്ട്സ് ഇൻ അതർ കപ്പാസിറ്റി. അപ്പം നമ്മൾ പറഞ്ഞു ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പിലുള്ള ഫണ്ട്സിൽ മാത്രമേ ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആവുള്ളൂ. ഈ ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പിൽ അല്ലാതെ എന്താണ് സേഫ് ഡെപ്പോസിറ്റ് ലോക്കറോ സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസോ അങ്ങനെ വേറെ കപ്പാസിറ്റിയിൽ ബാങ്കുള്ള അക്കൗണ്ട്സിലൊന്നും ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആവുന്നില്ല. ഓക്കെ, അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ടും ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിലും ആപ്ലിക്കബിൾ ആവില്ല. ചെക്ക് മാർക്ക്ഡ് ഗുഡ് ഫോർ പേയ്മെന്റ് ആ കേസിലാവുന്നില്ല. അതുപോലെ ഇൻസോൾവെന്റ് അക്കൗണ്ട്, ട്രസ്റ്റ് അക്കൗണ്ട്, പിന്നെന്താണ് ഓർഡറിലുള്ള പേരും ബാങ്ക് അക്കൗണ്ടിലെ പേരും ഡിഫറെൻ്റ് ആണെങ്കിൽ ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആവില്ല. പേയ്മെന്റ് ഓൾറെഡി മെയ്ഡ് ബിഫോർ ദി ഓർഡർ വാസ് സെർവ്ഡ് അങ്ങനെയുള്ള എമൗണ്ടിന് മേൽ ആപ്ലിക്കബിൾ ആവുന്നില്ല. അതുപോലെ ഫണ്ട്സ് ഇൻ അതർ കപ്പാസിറ്റി, ഡെറ്റർ ക്രെഡിറ്റഡ് കപ്പാസിറ്റിയിലല്ലാതെ വേറെ കപ്പാസിറ്റിയിലുള്ള ഫണ്ട്സിലൊന്നും എന്ത് ആപ്ലിക്കബിൾ അല്ല, ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ അല്ല. ഇനി എന്ത് പറയുന്നു? ഇഫ് 2 ഗാർണിഷ് ഓർഡേഴ്സ് ആർ റിസീവ്ഡ് ഇൻ ദി അക്കൗണ്ട് ഇൻ ദ സെയിം ടൈം, 2 ഗാർണിഷ് ഓർഡേഴ്സ് ഒരേ സമയം വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ദ എമൗണ്ട് വിൽ ബി റിക്കവേർഡ് ഇൻ പ്രോറാറ്റ ബേസിസ്. പ്രോറാറ്റ ബേസിസ് എന്ന് വെച്ചാൽ ആനുപാതികമായിട്ട് ഈ 2 ഗാർണിഷ് ഓർഡറിലേക്കും എമൗണ്ട് റിക്കവർ ചെയ്യപ്പെടും. 2 ഗാർണിഷ് ഓർഡേഴ്സ് ഒരേ സമയം വരികയാണെങ്കിൽ എന്ത് ബേസിസ് ആണെന്ന് ചോദിച്ചാൽ പ്രോറാറ്റ ബേസിസിലാണ് എമൗണ്ട് റിക്കവർ ചെയ്യുന്നത്. ഓക്കെ, if the second order is received after the receipt of the first order, then the first order shall be given priority over the second order. ഓക്കെ, അപ്പോൾ ഒരു ഓർഡർ ആദ്യം വരുന്നു, ഒരു ഓർഡർ 22-ാം തീയതി വരുന്നു, അത് കഴിഞ്ഞ് 23-ാം തീയതിയാണ് അടുത്ത ഓർഡർ വരുന്നതെങ്കിൽ ഈ 22-ാം തീയതി വന്ന ആദ്യത്തെ ഓർഡറിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, റിമൈനിങ് ബാലൻസ് ഇൻ ദ കസ്റ്റമേഴ്സ് അക്കൗണ്ട് ആഫ്റ്റർ സാറ്റിസ്ഫൈങ് ദ ഫസ്റ്റ് ഓർഡർ ക്യാൻ ബി അപ്ലൈഡ് ടു ദ സെക്കൻഡ് ഓർഡർ. ഈ ആദ്യം പ്രയോറിറ്റി ഉള്ള ഓർഡറിലേക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് അക്കൗണ്ടിൽ ബാലൻസ് ഉള്ള എമൗണ്ട് മാത്രമേ സബ്സിക്വൻ്റ്ലി വന്ന രണ്ടാമത്തെ ഓർഡറിലേക്ക് ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. അപ്പോൾ 2 ഓർഡർ ഒരേ സമയം വരികയാണെങ്കിൽ എന്ത് ബേസിസ് ആണ്? പ്രോറാറ്റ ബേസിസിലാണ്, അഥവാ ആനുപാതികമായിട്ടാണ് റിക്കവറി നടക്കുന്നത്. ഇനി ഒരു ഓർഡറാണ് ആദ്യം വരുന്നത്, അത് കഴിഞ്ഞ് സബ്സിക്വൻ്റ്ലി രണ്ടാമത്തെ ഒരു ഓർഡർ വന്നാൽ ആദ്യം ഏത് ഓർഡറാണോ വന്നത് അതിന് പ്രയോറിറ്റി കൊടുക്കുന്നു. ആ ഓർഡറിലേക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള ബാലൻസ് മാത്രമേ രണ്ടാമത്തെ ഓർഡറിൽ ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. അതുപോലെ if an attachment order and garnishee order is received at the same time, the attachment order shall have the priority over the garnishee order. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റീസ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു ഓർഡറാണ് അറ്റാച്ച്മെന്റ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെന്റ് അതോറിറ്റീസാണ് അറ്റാച്ച്മെന്റ് ഓർഡർ കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഒരു അറ്റാച്ച്മെന്റ് ഓർഡറും ഗാർണിഷി ഓർഡറും ഒരേ സമയം വന്നാൽ ഗവൺമെന്റ് അതോറിറ്റീസ് കൊണ്ടുവരുന്ന ഓർഡറാണ് അറ്റാച്ച്മെന്റ് ഓർഡർ എന്നുള്ളത് കൊണ്ട് തന്നെ അറ്റാച്ച്മെന്റ് ഓർഡറിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് മാത്രമേ ഗാർണിഷി ഓർഡറിന് പ്രയോറിറ്റി വരുന്നുള്ളൂ. പക്ഷേ ഇഫ് അറ്റാച്ച്മെന്റ് ഓർഡർ ഇസ് റിസീവ്ഡ് സബ്സിക്വൻ്റ്ലി, ആദ്യം ഗാർണിഷി ഓർഡർ വരുന്നു, അത് കഴിഞ്ഞ് സബ്സിക്വൻ്റ് ആയിട്ടാണ് ഒരു അറ്റാച്ച്മെന്റ് ഓർഡർ വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതിന് തന്നെയാണ് പ്രയോറിറ്റി? ഗാർണിഷി ഓർഡറിന് തന്നെയാണ് പ്രയോറിറ്റി. കാരണം ആദ്യം വന്നത് ഗാർണിഷി ഓർഡറാണ്. അപ്പോൾ എന്താണ്, 2 ഗാർണിഷി ഓർഡർ ഒരേ സമയം വന്നാൽ പ്രോറാറ്റ ബേസിസ് ആനുപാതികമായിട്ടാണ് അറ്റാച്ച്മെന്റ് നടക്കുന്നത്.
ഗാർണിഷ് ഓർഡർ 2 സമയത്താണ് വന്നതെങ്കിൽ ആദ്യം ഏത് ഗാർണിഷ് ഓർഡറാണോ വന്നത് അതിനാണ് പ്രയോറിറ്റി. ഒരു ഗാർണിഷ് ഓർഡറും ഒരു അറ്റാച്ച്മെന്റ് ഓർഡറും ഒരേ സമയം വന്നാൽ ഗവൺമെന്റ് അതോറിറ്റീസ് കൊണ്ടുവരുന്ന ഓർഡറാണ് അറ്റാച്ച്മെന്റ് ഓർഡർ എന്നുള്ള നിലയ്ക്ക് അറ്റാച്ച്മെന്റ് ഓർഡറിന് പ്രയോറിറ്റി കൊടുക്കുന്നു. ഇനി ആദ്യം ഒരു ഗാർണിഷ് ഓർഡറും രണ്ടാമതൊരു അറ്റാച്ച്മെന്റ് ഓർഡറും വന്നാൽ ആദ്യം വന്നത് ഗാർണിഷ് ഓർഡർ ആയതിനാൽ ആ ഗാർണിഷ് ഓർഡറിനാണ് പ്രയോറിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഗാർണിഷ് ഓർഡറാണ് പഠിച്ചത്. ഗാർണിഷ് ഓർഡറിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, എന്താണ് ഗാർണിഷ് ഓർഡർ എന്ന് പറഞ്ഞു. പാർട്ടീസ് ഓഫ് ഗാർണിഷ് ഓർഡർ ജഡ്ജ്മെന്റ് ഡെറ്റർ, ജഡ്ജ്മെന്റ് ക്രെഡിറ്റർ, അതുപോലെ ബാങ്ക് ആരായിട്ട് വരും, ഗാർണിഷി ആയിട്ട് വരും. ആരാണ് ഗാർണിഷ് ഓർഡർ കൊണ്ടുവരുന്നത്? ഒരു സിവിൽ കോർട്ടാണ് കൊണ്ടുവരുന്നത്. ആരുടെ റിക്വസ്റ്റിന്മേലാണ് കൊണ്ടുവരുന്നത്? ജഡ്ജ്മെന്റ് ക്രെഡിറ്ററുടെ റിക്വസ്റ്റിന്മേൽ ജഡ്ജ്മെന്റ് ഡെറ്ററിന് എതിരായിട്ടാണ് ഈ ഗാർണിഷ് ഓർഡർ കൊണ്ടുവരുന്നത്. ജഡ്ജ്മെന്റ് ഡെറ്ററിന് ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഉള്ളത് ആ അക്കൗണ്ടിന് മേലായിരിക്കും ഓർഡർ കൊണ്ടുവരിക. ഓക്കെ, ഏതൊക്കെ കേസുകളാണ് ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആവുന്നതെന്ന് നമ്മൾ നോക്കി, ഏതൊക്കെ കേസിലാണ് ആപ്ലിക്കബിൾ ആവാത്തതെന്ന് നോക്കി. അതുപോലെ 2 ഗാർണിഷ് ഓർഡർ ഒരേ സമയം വന്നാലും ഒരു അറ്റാച്ച്മെന്റ് ഓർഡറും ഒരു ഗാർണിഷ് ഓർഡറും ഒരേ സമയം വന്നാലും എങ്ങനെയാണ് പ്രയോറിറ്റി ഫിക്സ് ചെയ്യുന്നതെന്നും നമ്മൾ നോക്കി. ഓക്കെ, താങ്ക് യു.